ഹായ് ഗുഡ് മോർണിംഗ്. ഈ ഒരു വീഡിയോക്കകത്ത് മാനേജറിയൽ എക്കണോമിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം എക്കണോമിക്സ് എന്താണ്, എക്കണോമിക്സിൻ്റെ മീനിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ മാനേജറിയൽ എക്കണോമിക്സ്, അതിൻ്റെ ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഡിസിഷൻ മേക്കിംഗ്, ഫോർവേഡ് പ്ലാൻ, ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് വരുന്നത്. അതിൽ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം ബേസിക്സ് ഓഫ് എക്കണോമിക്സിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് എക്കണോമിക്സ്, മീനിങ് ഓഫ് എക്കണോമിക്സ്, ഡെഫിനിഷൻ ഓഫ് എക്കണോമിക്സ്, ഇത്രയുമാണ് നമ്മൾ ആദ്യം ഇതിൽ നോക്കുന്നത്. അതിൽ വാട്ട് ഈസ് എക്കണോമിക്സ്, എന്താണ് എക്കണോമിക്സ്, അത് പറയുന്നതിന് മുമ്പ് എക്കണോമിക്സ് എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റാണ് നമുക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അത് ചോദിച്ചു കഴിഞ്ഞാൽ, വൈ എക്കണോമിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. മാൻ ഹാസ് അൺലിമിറ്റഡ് വൺസ്. നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ ഒരു രാജ്യത്തിനകത്തായാലും ഇനി ലോകത്തുള്ള എല്ലാ ആളുകളുടെയും അവരുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. പക്ഷേ ഈ അൺലിമിറ്റഡ് വാൻസിനെ എല്ലാം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ റിസോഴ്സസ്, നമ്മുടെ അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ലിമിറ്റഡ് ആണ്, അല്ലെങ്കിൽ സ്കേഴ്സ് ആണെന്ന് പറയാം. അങ്ങനെ ഈ ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഈ ആളുകളുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമ്മൾ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമാണ്, ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൻസിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്കണോമിക്സ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോണുകളായിക്കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഒന്ന് അൺലിമിറ്റഡ് വാൻസ് ആണ്, അതേപോലെ തന്നെ രണ്ടാമത് സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ് ആണ്. ഒന്ന് ആളുകളുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങളാണ്, അതേപോലെ തന്നെ സ്കേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകൾ. ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് എക്കണോമിക്സിൻ്റെ ഫൗണ്ടേഷൻ സ്റ്റോൺസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇനി എന്താണ് മീനിങ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയാം, അല്ലെങ്കിൽ എക്കണോമിക്സിൻ്റെ മീനിങ് എന്താണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. എക്കണോമിക്സ് ഈസ് സോഷ്യൽ സയൻസ്. എക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസ് ആണ്. ഈ എക്കണോമിക്സ് സോഷ്യൽ ഒരു സാമൂഹ്യ ശാസ്ത്രമാണെന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ രണ്ട് ടേംസ് കാണും, സോഷ്യൽ സയൻസ്. എന്തുകൊണ്ടാണ് സോഷ്യൽ സയൻസ് എന്ന് പറയാനുള്ള കാര്യം, എക്കണോമിക്സ് ഒരു പ്യുവർ സയൻസ് അല്ല, എക്കണോമിക്സ് ഒരു സോഷ്യൽ സ്റ്റഡീസ് മാത്രമല്ല, രണ്ടും കൂടി കൂടിയിട്ടുള്ള സോഷ്യൽ സയൻസ് ആണ്. എന്തുകൊണ്ടാണ് സോഷ്യൽ സയൻസ് എന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് മാൻ കൈൻഡ് ആൻഡ് സൊസൈറ്റി. എക്കണോമിക്സ് ആളുകളെക്കുറിച്ചും ആളുകളുടെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ സൊസൈറ്റിയെക്കുറിച്ചൊക്കെ പഠിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു സോഷ്യലാണ് എന്ന് നമുക്ക് പറയാം. ആൻഡ് അതേപോലെ തന്നെ സയൻസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ നമ്മൾ ആളുകളുടെ പ്രോബ്ലംസ്, സോഷ്യൽ പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട്. സോഷ്യൽ പ്രോബ്ലംസ് പഠിച്ചിട്ട് അത് എങ്ങനെ ഇല്ലാതാക്കാം, അതിന് വേണ്ടിയിട്ട് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുക, എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രോബ്ലം വരാനുള്ള കാര്യം, അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും എന്ന് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളവിടെ സയൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സയൻസിനകത്താണ് നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുക, കാര്യകാരണങ്ങൾ പഠിക്കുന്നത് നമ്മൾ സയൻസിനകത്താണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാം, എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് പറയാം. Economics is a social science. It is called social because it studies mankind and society. Besides, it deals the aspect of human behavior. ആളുകളുടെ ബിഹേവിയർ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് കോൾഡ് സയൻസ് ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് സോഷ്യൽ പ്രോബ്ലംസ്. ആളുകളുടെ പ്രോബ്ലംസ് പഠിക്കുന്നുണ്ട് ഫ്രം എ സയൻറ്റിഫിക് വ്യൂ പോയിൻറ്റ്. ഒരു ആളുകളുടെ പ്രോബ്ലംസ് ഒരു സയൻറ്റിഫിക് വ്യൂ പോയിൻറ്റിൽ, സയൻറ്റിഫിക് വ്യൂ പോയിൻറ്റ് എന്ന് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പഠിക്കുന്നതുകൊണ്ടാണ് നമ്മൾ സയൻറ്റിഫിക് വ്യൂ പോയിൻറ്റിലൂടെ അത് പഠിക്കുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു സോഷ്യലാണ്, അതേപോലെ തന്നെ സയൻസാണ്. സോ നമുക്ക് കൂട്ടിയിട്ട് എന്ത് പറയാം, എക്കണോമിക്സ് ഒരു സോഷ്യൽ സയൻസാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ശാസ്ത്രമാണെന്ന് പറയും. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെക്കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് സോഷ്യലാണ്. ആൻഡ് എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, സയൻസ് പോലെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ട് പഠനങ്ങൾ നടത്തുന്നുണ്ട്, അതുകൊണ്ട് അതൊരു സയൻസ് ആണ് എന്നുള്ളത് കൂടി നമുക്ക് പറയാം. സാമുവൽസൺ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക്സ് എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് സോഷ്യൽ സയൻസ്, സോഷ്യൽ സയൻസിൻ്റെ സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ രാജ്ഞിയാണ് ഈ എക്കണോമിക്സ് എന്ന് പറഞ്ഞ് ഒരിക്കൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ബെർണാഡ് ഷോ പറഞ്ഞിട്ടുണ്ട്, എക്കണോമിക്സ് ഈസ് ദ ആർട്ട് ഓഫ് മേക്കിംഗ് ദ മോസ്റ്റ് ഓഫ് ദി ലൈഫ്. ആളുകളുടെ ലൈഫ് അത് ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലൈഫ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ആർട്ടാണ് എക്കണോമിക്സ് എന്നുള്ളത് അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പം എക്കണോമിക്സ് നമുക്ക് സിമ്പിളായിട്ടൊരു സോഷ്യൽ സയൻസ് ആണെന്ന് പറയും. അതിൽ സോഷ്യൽ സയൻസ് ആണെന്ന് പറയാനുള്ള കാര്യം, സൊസൈറ്റിയെക്കുറിച്ചും അതേപോലെ തന്നെ ഒരു സയൻറ്റിഫിക് ആയിട്ട് പഠനം നടത്തുന്നതുകൊണ്ടൊക്കെ ഒരു സോഷ്യൽ സയൻസ് ആണെന്ന് പറയാം. ഓക്കെ,
എക്കണോമിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ള ഇക്കണോമിയ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നാണ്. OIKONOMIA ഇക്കണോമിയ എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ് എക്കണോമിക്സ് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഈ ഇക്കണോമിയ എന്നുള്ള ഗ്രീക്ക് വേർഡാണ്. ആ ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്ന ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ് എന്നുള്ളതാണ്. ആളുകൾ ഹൗസ് ഹോൾഡ്സ് വിത്ത് ലിമിറ്റഡ് റിസോഴ്സസ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ സ്റ്റോൺ തന്നെയാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഹൗസ് ഹോൾഡ് വിത്ത് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സുകളുള്ള ഹൗസ് ഹോൾഡ്സ്, അതാണ് അതിൻ്റെ മീനിങ് വരുന്നത്. അതിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി എക്കണോമിക്സിന് 4 തരത്തിലുള്ള ഡെഫിനിഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്. ആദം സ്മിത്ത് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ മാർഷലിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, റോബിൻസൻ്റെ ഡെഫിനിഷൻ ഉണ്ട്, അതേപോലെ ഒരു ഗ്രോത്ത് ഡെഫിനിഷൻ. അതിൽ ഫസ്റ്റ് വൺ ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷനാണ്. ആദം സ്മിത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പേര് കൊടുക്കാറില്ല, വെൽത്ത് ഡെഫിനിഷൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്നൊക്കെയാണ് നമ്മൾ ആ ഒരു ഡെഫിനിഷന് പേര് കൊടുക്കാറില്ല. ആദം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ ഓർ ക്ലാസിക്കൽ ഡെഫിനിഷൻ. ഇത് 1776 ആദം സ്മിത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ടായി. പുസ്തകത്തിൻ്റെ പേര് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. 1776 ആദം സ്മിത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ളൊരു വർക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഈ പുസ്തകത്തിനകത്താണ് അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ച് ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് വെൽത്ത്, ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്. അക്കോർഡിംഗ് ടു ഹിം അദ്ദേഹം പറയുന്നത് എക്കണോമിക്സ് എന്ന് പറയുന്ന സ്റ്റഡി ഓഫ് വെൽത്ത്, സമ്പാദ്യത്തെക്കുറിച്ച് പഠിക്കുന്ന ഒന്നാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ഹൗ വെൽത്ത് ഈസ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ്, സമ്പാദ്യം എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിനെക്കുറിച്ചുള്ളൊരു പഠനത്തെയാണ് നമ്മളെന്താ പറയുക എക്കണോമിക്സ് എന്ന് പറയുന്നതെന്ന് അദ്ദേഹം 1776 ഡിഫൈൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹമാണ് ആദ്യമായിട്ട് എക്കണോമിക്സിനെ ഡിഫൈൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആദം സ്മിത്തിനെ നമ്മൾ ഫാദർ ഓഫ് എക്കണോമിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫാദർ ഓഫ് എക്കണോമിക്സ് ആരാണ്? ആദം സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനെ നമ്മൾ ക്ലാസിക്കൽ ഡെഫിനിഷൻ അല്ലെങ്കിൽ വെൽത്ത് ഡെഫിനിഷൻ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അതിനുശേഷം നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ ആയിക്കൊണ്ട് അല്ലെങ്കിൽ വെൽഫെയർ ഡെഫിനിഷൻ ആയിക്കൊണ്ട് ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് മാർഷലിൻ്റെ ഡെഫിനിഷൻ. നമ്മൾ രണ്ടാമതായിട്ട് കൊടുത്തിട്ടുള്ള മാർഷലിൻ്റെ ഡെഫിനിഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് വെൽഫെയർ ഡെഫിനിഷൻ ഓർ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് അദ്ദേഹം ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. 1890 ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുള്ള 1890 പബ്ലിഷ് ചെയ്തിട്ടുള്ള പ്രിൻസിപ്പിൾ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അവിടെയാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്കൽ ഇക്കണോമി ഓർ എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇൻ ദി ordinary business life. It examines the part of individual and social action which is most closely connected with the attainment and the use of material requisites well-being. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്, ആളുകളെക്കുറിച്ച് പഠിക്കുന്നതിന് ഓർഡിനറി ബിസിനസ് ഓർഡിനറി ആയിട്ടുള്ള ബിസിനസ് ലൈഫിൽ അവിടെ നമ്മൾ എക്സാമിൻ ചെയ്യുന്നത് ഇൻഡിവിജ്വലിനെ കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ എക്സാമിൻ ചെയ്യുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ. അപ്പോൾ ആളുകളെക്കുറിച്ചുള്ളൊരു പഠനശാഖയായിട്ട് തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ മാർച്ചിലും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വെൽഫെയർ ഡെഫിനിഷൻ അല്ലെങ്കിൽ നിയോ ക്ലാസിക്കൽ ഡെഫിനിഷൻ അദ്ദേഹം പറഞ്ഞിട്ട് ഇൻഡിവിജ്വൽസിനെ കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും പഠിക്കുന്ന ഒരു പഠനശാഖയായിട്ടാണ് എക്കണോമിക്സിനെ അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം റോബിൻസൻ്റെ ഡെഫിനിഷനാണ് തേർഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. റോബിൻസൻ്റെ ഡെഫിനിഷൻ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്നാണ് പറയാറുള്ളത്. 1932 അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ബുക്ക് ഉണ്ട്. 1932 പബ്ലിഷ് ചെയ്തിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ് റോബിൻസൺ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. റോബിൻസൻ്റെ ഡെഫിനിഷൻ നമ്മൾ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ എന്നാണ് വിളിക്കാറുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എക്കണോമിക്സ് ഈസ് എ സയൻസ് വിച്ച് സ്റ്റഡീസ് ഹ്യൂമൻ ബിഹേവിയർ ആസ് എ relationship between end and scarce means which have alternative uses. ഇവിടെ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഡെഫിനിഷനകത്ത് എൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന വാൺസ് ആർ അൺലിമിറ്റഡ് എന്നുള്ളത് തന്നെയാണ്. സ്കേഴ്സ് വാൺസ് എന്താണ്, ആളുകളുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡ് ആണ്. നമ്മൾ നേരത്തെ എക്കണോമിക്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകളുടെ ആവശ്യം എന്താണ്, അൺലിമിറ്റഡ് ആണ്, റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. ആ ഒരു ബേസിലാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്, ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് വാൺസ് ആർ അൺലിമിറ്റഡ് അല്ലെങ്കിൽ ഓർ എൻഡ്സ്,
ആ ആളുകളുടെ ആവശ്യത്തെ ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിൽ എൻസ് എന്ന് പറയുന്ന ഒരു വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മീനിങ് ആയിട്ട് വരുന്നത് വാൺസ് എന്നുള്ളതാണ്. ആളുകളുടെ ആവശ്യങ്ങൾ എന്താണ്? അവിടെ അൺലിമിറ്റഡ് ആണ്. പക്ഷേ റിസോഴ്സസ് എന്താണ്? ഇവിടെ ആ ഒരു ഡെഫിനിഷൻ അകത്ത് മീൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേം യൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മീനിങ് ആയിട്ട് അദ്ദേഹം കൊടുത്തിട്ടുള്ള റിസോഴ്സസ് എന്നുള്ളതാണ്. അപ്പോൾ ആളുകളുടെ ആവശ്യങ്ങൾ അൺലിമിറ്റഡും അതേപോലെ തന്നെ റിസോഴ്സസ് ലിമിറ്റഡുമാണ്. അപ്പോൾ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ ആ ഒരു അൺലിമിറ്റഡ് ആയിട്ടുള്ള ഈ വാൺസിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യാം, അതാണ് അദ്ദേഹത്തിൻ്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷനകത്ത് 1932 പബ്ലിഷ് ചെയ്തിട്ടുള്ള നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക് സയൻസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് അദ്ദേഹം ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ദെൻ ഒരു മോഡേൺ ഡെഫിനിഷൻ, എക്കണോമിക്സിൻ്റെ ഒരു മോഡേൺ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഗ്രോത്ത് ഡെഫിനിഷൻ, അത് പിന്നെ കൊണ്ടുവന്നിട്ട് പ്രൊഫസർ സാമുവൽസൺ ആണ്. പ്രൊഫസർ സാമുവൽസൺ ഈ റോബിൻസൻ്റെ ഡെഫിനിഷൻ 1932 പബ്ലിഷ് ചെയ്തതിന് ശേഷം 86 വർഷങ്ങൾക്ക് ശേഷം, ആഫ്റ്റർ 86 ഇയേഴ്സിലാണ് ഈ ഒരു ഡെഫിനിഷൻ പ്രൊഫസർ സാമുവൽസൺ ഇങ്ങനെ ഒരു ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്. അതിപ്പോൾ കുറച്ച് തൊട്ടടുത്തായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, എക്കണോമിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ഹൗ മെൻ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് യൂസ് ഓഫ് മണി ടു എംപ്ലോയ് scarce productive resources which could have alternative uses. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റോബിൻസന്റെ ആ ഒരു ഡെഫിനിഷൻ്റെ ബാക്കിയായിട്ട് തന്നെയാണ്. എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് മെൻ ആൻഡ് സൊസൈറ്റി. ആളുകളെക്കുറിച്ചും അതേപോലെ സൊസൈറ്റിയെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. അവിടെ ലിമിറ്റഡ് റിസോഴ്സുകളെക്കുറിച്ചും അതേപോലെ തന്നെ അൺലിമിറ്റഡ് വാൺസുകളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നത്. അതാണ് പ്രൊഫസർ സാമുവൽസണും. അപ്പോൾ എല്ലാവരുടെയും ഡെഫിനിഷനകത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ട് എക്കണോമിക്സ് എന്ന് പറയുന്നത് ആളുകളെക്കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും പഠിക്കുന്ന ഒരു പഠനശാഖയാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആദം സ്മിത്ത് പറഞ്ഞിട്ട് വെൽത്തിനെ കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് എന്നുള്ളത്. പക്ഷേ അവരൊക്കെ പറയുന്നത് ഇൻഡിവിജ്വലിനെ കുറിച്ചും അതേപോലെ തന്നെ ആളുകളെക്കുറിച്ചും സൊസൈറ്റിയെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്സിനകത്ത് കൃത്യമായിട്ട് അവിടെ നമ്മൾ പഠനം നടത്തുന്നുണ്ട്. അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൺസ്, ആളുകളുടെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വാൺസ്, അതിനെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം. അവിടെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നിടത്ത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത് റിസോഴ്സസ് എന്താണ്, സ്കേഴ്സാണ്, അല്ലെങ്കിൽ റിസോഴ്സസ് ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ ലിമിറ്റഡ് റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ അൺലിമിറ്റഡ് വാൺസിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യിക്കാം, അതാണ് ഈ ഒരു 4 ഡെഫിനിഷനകത്തും നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ 4 തരത്തിലുള്ള ഡെഫിനിഷൻസ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ആദം സ്മിത്തിൻ്റെ വെൽത്ത് ഡെഫിനിഷൻ, ദെൻ മാർഷ്യലിൻ്റെ വെൽഫെയർ ഡെഫിനിഷൻ, റോബിൻസന്റെ സ്കേഴ്സിറ്റി ഡെഫിനിഷൻ, ആൻഡ് ലാസ്റ്റ് വൺ പ്രൊഫസർ സാമുവൽസന്റെ ഗ്രോത്ത് ഡെഫിനിഷൻ. ഇങ്ങനെ 4 ഡെഫിനിഷൻസ് ആണ് എക്കണോമിക്സിനകത്ത് വരുന്നത്. ദെൻ നമുക്ക് നോക്കാനുള്ളത് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ്. നെക്സ്റ്റ് ബ്രാഞ്ചസ് ഓഫ് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സിനെ 2 രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും. 1933 ഇങ്ങനെ ഒരു 2 ബ്രാഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ 2 ഭാഗങ്ങളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് കൊണ്ടുവന്നിട്ടുള്ള ഓസ്ലോ യൂണിവേഴ്സിറ്റിയിലുള്ള റാഗ്നർ ഫ്രിസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, എക്കണോമിക്സിനെ 2 ബ്രാഞ്ചുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ദ വേർഡ് മാക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് മാക്രോസ്. അതായത് മാക്രോ എന്ന് പറയുന്നത് ആ ഒരു വേർഡ് വന്നിട്ടുള്ള ഗ്രീക്ക് വേർഡായിട്ടുള്ള മാക്രോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് അതിൻ്റെ മാക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ലാർജ് ഡാറ്റയെക്കുറിച്ച് പഠിക്കുന്ന ഒരു പഠനശാഖയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എന്ന് പറയുന്ന വേർഡ് ഡിറൈവ് ചെയ്തിട്ടുള്ളത് മൈക്രോസ് എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്. മൈക്രോസിൻ്റെ മീനിങ് എന്ന് പറയുന്നത് സ്മോൾ എന്നുള്ള. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന മാക്രോസ് എന്നുള്ള വേർഡിൽ നിന്നാണ് അവിടെ മാക്രോ എക്കണോമിക്സ് എന്നുള്ള ആ ഒരു ടേം വന്നിട്ടുള്ളത്. അതായത് ലാർജ് യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതും. അതേപോലെ തന്നെ മൈക്രോ എന്നുള്ളത് മൈക്രോസ് എന്നുള്ള വേർഡിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് സ്മോൾ എന്നുള്ളത്, അതായത് സ്മോൾ യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് അവിടെ ഗാർഡനർ ആക്ടിലെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, മാക്രോ എക്കണോമിക് സ്റ്റഡീസ് ദ ക്യാരക്ടർ ഓഫ് ഫോറസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് ട്രീസ് വിച്ച് കമ്പോസിറ്റ്. ഒരു മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റിനെ കുറിച്ച് മുഴുവനായിട്ട് പഠിക്കുകയും അതിലെ ഓരോ ചെടികളെക്കുറിച്ചും അല്ലെങ്കിൽ ഓരോ മരത്തിനെക്കുറിച്ചും കൃത്യമായിട്ട് പഠനം നടത്തി ആ ഒരു ഫോറസ്റ്റിനെ കുറിച്ച് കംപ്ലീറ്റ് പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുക. അതായത് ഒരു ഫോറസ്റ്റിനകത്ത് ഒരുപാട് മരങ്ങളുണ്ടായിരിക്കും. ആ ഒരു ഓരോ മരങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടും ആ ഒരു പഠനം നടത്തി അതിലെ മുഴുവൻ
മരങ്ങളെക്കുറിച്ചും പഠിക്കുക. അതാണ് ഫോറസ്റ്റിനെ കംപ്ലീറ്റ്ലി പഠിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, നമ്മൾ ലാർജ് സ്റ്റഡി നടത്തുന്നുണ്ട്. അതിനെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ യൂണിറ്റുകളെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം ഒരു ഫോറസ്റ്റിൽ ഒരു മരത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു 2-3 മരത്തെക്കുറിച്ച് മാത്രം നമ്മൾ പഠനം നടത്തുന്നുണ്ടെങ്കിൽ അതിനെന്ത് പറയാം, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മളതൊരു എക്സാമ്പിളായിട്ട് മാത്രമാണ് ഈ ഒരു ഫോറസ്റ്റിനെ കുറിച്ച് മരങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ അതിനെക്കുറിച്ച് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് യൂണിറ്റുകൾ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് യൂണിറ്റുകളെ കുറിച്ചാണ് നമ്മളവിടെ പഠനം നടത്തുന്നത്. അപ്പോൾ നമുക്കവിടെ പറയാം, ഒരു ഇക്കോണമിയെക്കുറിച്ച് മുഴുവനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് മുഴുവനായിട്ട് നമുക്ക് പഠനം നടത്തുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം, അത് മാക്രോ എക്കണോമിക്സ് ആണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, എംപ്ലോയ്മെൻറ്റ്, ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് ലെവൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്, ഇതൊക്കെ നമ്മൾ പഠനം നടത്തുകയാണെങ്കിൽ എന്താണ്, ഇന്ത്യയിലെ മൊത്തം എംപ്ലോയ്മെൻറ്റ് ലെവലും അതേപോലെ തന്നെ അൺഎംപ്ലോയ്മെൻറ്റും എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ പഠിക്കുകയാണ്. ഒരു രാജ്യത്തെക്കുറിച്ച് മുഴുവനായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, മാക്രോ എക്കണോമിക്സ്. ഇനി ഒരു വ്യക്തിയുടെ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇൻകം ഒക്കെ പഠിക്കുകയാണെങ്കിൽ അതെന്താണ്, അത് മൈക്രോ എക്കണോമിക്സ് ആണ്. ഇപ്പോൾ ഒരു രാജ്യത്തിനകത്തെ എല്ലാ കമ്പനീസിനെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ അതെന്താണ്, മാക്രോ എക്കണോമിക്സ് ആണ്. ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഫേമിനെയോ ഒക്കെ മാത്രം പഠിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, നമ്മളതിനെ മൈക്രോ എക്കണോമിക്സ് എന്ന് വിളിക്കും. അപ്പോൾ സിംഗിൾ യൂണിറ്റുകളെ കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്നും, ലാർജ് യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിനെ മാക്രോ എക്കണോമിക്സ് എന്നുള്ളതുമാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ്. അതിൽ ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിഫറൻസുകൾ തന്നെ പറയുന്നത്, മൈക്രോ എക്കണോമിക്സ് ഇറ്റ് സ്റ്റഡീസ് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റ്. ഈ മൈക്രോ എക്കണോമിക്സിനകത്ത് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. അതേ സമയത്ത് മാക്രോ എക്കണോമിക്സിനകത്ത് ഇറ്റ് സ്റ്റഡീസ് അഗ്രിഗേറ്റ് എക്കണോമിക് യൂണിറ്റ്. ഇവിടെ എന്താണ്, അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു കൂട്ടം യൂണിറ്റുകളെ കുറിച്ചാണ് അവിടെ പഠിക്കുന്നത്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു രാജ്യത്തിനകത്ത് ഒരു കമ്പനിയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പഠനം നടത്തുന്നത്. അപ്പോൾ അതെന്താണ്, ഒരു സിംഗിൾ യൂണിറ്റ് ആണ്. അപ്പോൾ അതെന്താണ്, മൈക്രോ എക്കണോമിക്സ് ആണ്. മറ്റത് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് സ്റ്റഡീസ് അഗ്രിഗേറ്റ് എക്കണോമിക്സ് യൂണിറ്റ്. അതായത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാ കമ്പനീസിനെ കുറിച്ചും അല്ലെങ്കിൽ ഒരു കൂട്ടം കമ്പനീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. തന്നെ അതെന്തായിട്ട് മാറി, മാക്രോ എക്കണോമിക്സ് ആയിട്ട് മാറി. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഡീൽസ് വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് ഇൻഡിവിജ്വൽ മാർക്കറ്റ്. ഒരു മാർക്കറ്റിലെ പ്രൈസ് അല്ലെങ്കിൽ അവിടുത്തെ ഔട്ട്പുട്ട് അത് മാത്രം തീരുമാനിക്കുകയാണെങ്കിൽ, ഒരു ഒറ്റ മാർക്കറ്റിലെ പ്രൈസും ഔട്ട്പുട്ടും ഒക്കെ മാത്രം തീരുമാനിക്കുകയാണെങ്കിൽ അതെന്താണ്, അത് മൈക്രോ എക്കണോമിക്സ് ആണ്. അത് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിലെ അവിടുത്തെ പ്രൈസും അതേപോലെ തന്നെ ഔട്ട്പുട്ടൊക്കെ ഡിറ്റർമൈൻ ചെയ്യുകയാണ്. അതിനെ നമുക്ക് എന്ത് പറയാം, മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാം. ദെൻ മാക്രോ എക്കണോമിക്സ് ഡീൽ ചെയ്യുന്നത് എന്താണ്, വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് നാഷണൽ ഔട്ട്പുട്ട് ഇൻ ദി കൺട്രി. അതായത് ഒരു രാജ്യത്തിലെ മൊത്തം ഔട്ട്പുട്ടും അതേപോലെ തന്നെ ആ ഒരു രാജ്യത്തിൻ്റെ മൊത്തം പ്രൈസ് ലെവലും ഇതിനൊക്കെ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറി, അത് മാക്രോ എക്കണോമിക്സ് ആയിട്ട് മാറി. ദെൻ നമുക്ക് നെക്സ്റ്റ് ഡിഫറൻസ് ആയിട്ട് നോക്കാനുള്ളത്, ഇറ്റ് ഹെൽപ്സ് ഇൻഡിവിജ്വൽ കൺസ്യൂമർ ഫേം ഓർ ഇൻഡസ്ട്രി ഇൻ അച്ചീവിങ് ഓപ്റ്റിമം സിറ്റുവേഷൻ. ഇതെന്താണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ എക്കണോമിക്സിൽ ഓരോ സിംഗിൾ യൂണിറ്റുകളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറെ പഠനം നടത്താൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഫേമിനെ കുറിച്ച് പഠനം നടത്താൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രിയെ കുറിച്ച് മാത്രം പഠനം നടത്തും. അപ്പോൾ ആ ഒരു ഇൻഡിവിജ്വൽ വ്യക്തി അല്ലെങ്കിൽ ആ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിൻ്റെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ അവരുടെ മാക്സിമത്തിലേക്ക്, ഒരു ഇൻഡിവിജ്വൽ കമ്പനിയെക്കുറിച്ച് മാത്രം പഠനം നടത്തിക്കൊണ്ട് അവർക്കൊരു മാക്സിമം എന്ത് ചെയ്യാൻ, പ്രോഫിറ്റിലേക്ക് എത്താൻ അല്ലെങ്കിൽ അവരോട് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്കൊരു പ്രോഫിറ്റിലേക്ക് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൈക്രോ എക്കണോമിക്സ് സഹായിക്കും. അതേ സമയത്ത് ഇറ്റ് ഹെൽപ്സ് ടു ദ എൻറ്റയർ ഇക്കോണമി ടു അച്ചീവ് ഒപ്റ്റിമം സിറ്റുവേഷൻ. മാക്രോ എക്കണോമിക്സ് എന്താണ്, ഒരു മൊത്തത്തിൽ എൻറ്റയർ ഇക്കോണമിയെ ഒരു ഒപ്റ്റിമം സിറ്റുവേഷനിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മൾ എൻറ്റയർ ഇക്കോണമിയെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു അഗ്രിഗേറ്റ് യൂണിറ്റിനെ കുറിച്ചാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിനകത്ത് പഠിക്കുന്നത്. സോ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ സ്റ്റഡി നടത്തി കഴിഞ്ഞാൽ എൻറ്റയർ ഇക്കോണമിയെ ഒരു ഒപ്റ്റിമം സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷേ അതേ സമയത്ത് മൈക്രോ എക്കണോമിക്സ് ആയി കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ കമ്പനി ഓർ ഇൻഡിവിജ്വൽ ഫേം ഓർ ഇൻഡിവിജ്വൽ ഇൻഡസ്ട്രി, ഇങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അവരുടെ സിറ്റുവേഷൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻ ഒപ്റ്റിമം സിറ്റുവേഷൻ അച്ചീവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സിനെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിൽ ഡിഫറൻസ് ആയിക്കൊണ്ട് വരുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മാനേജീരിയൽ എക്കണോമിക്സ് എന്താണ്, അതിൻ്റെ മീനിങ്, ഡെഫിനേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ്, സ്കോപ്പൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.